നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ജയിക്കുക എന്നുള്ളത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ്. ഇല്ലെങ്കിൽ മലപ്പുറത്ത് തന്നെ ലീഗിനൊരു നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ യു.ഡി.എഫ് എങ്ങാനും നിലമ്പൂരിൽ തോറ്റാൽ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അശോക് സാർ, ലീഗിന്റെ ഭാവി എന്തായിരിക്കും? എന്തൊക്കെയാണ് ലീഗ് നിലമ്പൂർ ഇലക്ഷനിൽ വയ്ക്കുന്ന പ്രതീക്ഷകൾ? ഇത് നിലമ്പൂർ ഇലക്ഷൻ തുടക്കത്തിൽ ഒരു സാധാരണ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പി.വി. അൻവറിന്റെ ഒരു കുസൃതി അല്ലെ വികൃതി കാരണം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അത് അവസാനിക്കാറാകുമ്പോൾ ഇന്നലെ എന്റെ കലാശപ്പെട്ടായിരുന്നു, നാളെ വോട്ടർമാർ ബൂത്തിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ഒരു അന്തിമഘട്ടത്തില് ഇതിന്റെ ചിത്രത്തിന്റെ അകത്ത് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ലീഗിന്റെ മാത്രം തെരഞ്ഞെടുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ യു.ഡി.എഫിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ മാത്രം തലവേദനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ നിലമ്പൂരില് മത്സരിച്ച് 6 മാസത്തേക്ക് ഒരു MLA ഉണ്ടാക്കുക എന്നുള്ളതല്ല യു.ഡി.എഫിന്റെ വിഷയം. പക്ഷേ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം യു.ഡി.എഫിന്റെ അകത്ത് ഒരുപാട് അന്തഛിദ്രങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും 2026 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെക്കാട്ടിലും അതിൻ്റെ ഒരു ആവശ്യകത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്, കുഞ്ഞാലിക്കുട്ടിക്കാണ്. കാരണം മറ്റ് മുസ്ലിം മതസംഘടനകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി, PDP, SDP പോലുള്ള സംഘടനകൾ ചുറ്റും നിൽക്കുകയാണ്. അത്തരം സംഘടനകളൊക്കെ മുസ്ലിം ലീഗിന്റെ ഒരു തണുത്ത നയത്തിന് എതിരെ കേരളത്തിൽ ഉയർന്നു വന്ന സംഘടനകളാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപാട് ലീഗ് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടനകള് ലീഗിന്റെ ചിറകിന് ഉള്ളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ലീഗ് ജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സങ്കല്പിച്ചു നോക്കുക, UDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള പിടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി, PDP, SDP, PFI തുടങ്ങിയ സംഘടനകള് അവര് ചെറിയ ചെറിയ പോക്കറ്റ് സംഘടനകളാണെങ്കിൽ പോലും അവരവിടെ പിടിമുറുക്കും. അത് കേരളത്തിന്റെ രാഷ്ട്രീയം ഒരുതരം തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിപ്പോകാൻ ഇടകൊടുക്കുന്ന ഒരു സംഭവമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗിനെ വളരെ സാരമായിട്ട് ബാധിക്കും. ലീഗിനെ മാത്രമല്ല UDF-നെയും ബാധിക്കും. UDF-നെ ബാധിക്കുന്നതാണ് പരോക്ഷമായിട്ട് ലീഗിനെ ബാധിക്കാൻ പോകുന്നത്. ലീഗാണ് ഒരു പിവട്ടൽ പാർട്ടി എന്ന്, UDF-ലെ ഒരു പിവട്ടൽ. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ തുല്യസ്ഥാനം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉണ്ടായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് അത്ര സജീവമല്ല ഇപ്പോൾ. അപ്പോൾ മാണി വിഭാഗം ഇന്നില്ല. പിന്നുള്ള പാർട്ടി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിന് വളരെയധികം സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, കോൺഗ്രസിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തോക്കുക വഴി ലീഗിന് ആ പിടിയും നഷ്ടപ്പെടും. അതാണ് ലീഗ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിലമ്പൂരിന്റെ ഒരു പശ്ചാത്തലത്തിൽ സാധാരണഗതിയിൽ ഒരുപാട് ലീഗ് അത്ര കോൺഗ്രസിനോട്, ഇന്റർനാഷണൽ കോൺഗ്രസിനോട് അത്ര സുഖകരമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. സാധാരണ കുറെ അധികം വോട്ടുകൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്തേക്ക് പോകും. LDF-ന്റെ പക്ഷത്തേക്ക് വോട്ടുകൾ മാറുന്ന, അങ്ങനെയാണ് LDF-നെ
കോൺഗ്രസിൽ നിന്നും വരുന്ന LDFകാര് ജയിച്ചുകൊണ്ടിരുന്നത്. 67 കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തെ മത്സരിക്കുന്നത്. ഇതവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു നിയോജകമണ്ഡലത്തിൽ ലീഗിന് സ്വാധീനമില്ല എന്നുള്ളൊരു നറേഷൻ പുറത്തുവരും. അത് ബാക്കി മണ്ഡലങ്ങളെയും ബാധിക്കാനിടയുണ്ട്. അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം ഇത് വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെയുള്ളൊരു പാറ്റേണിൽ ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 26 തെരഞ്ഞെടുപ്പിൽ ലീഗിന് വൻപിച്ച പരാജയത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരും. കോൺഗ്രസിന് അത്രയ്ക്കധികം പ്രശ്നം അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ തട്ടകത്തിൽ ലീഗിന് വെക്കാമായിരുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കാമായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ചിത്രം കേരളത്തില് ഉരുത്തിരിയും. അത് എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി ചിത്രങ്ങളെയൊക്കെ മാറ്റിമറിക്കാനിടയുണ്ട്. മൂന്നാം സ്ഥാനത്ത് 1/3 കക്ഷിയായിട്ട് നിന്നിരുന്ന മാണിസാറിന്റെ പാർട്ടി കേരള കോൺഗ്രസ് ഇന്ന് ഒരു വളരെ നിർജീവമായിട്ട് അവർക്ക് യാതൊരു സ്വാധീനവുമില്ല. LDFില് ഘടകകക്ഷിയാണെന്ന് പറയാമെങ്കിൽ പോലും അപ്പം അവർക്ക് വരാൻ പറ്റും. പിന്നീട് വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട കക്ഷികൾ ഒരു പക്ഷേ CPI വരെ UDFിലേക്ക് ലീഗ് തളർന്നു കഴിഞ്ഞാൽ വരുന്നതാണ് ഇവർക്കൊക്കെ വരാനുള്ള ഒരു പാതയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളമാണ്. സർ, അങ്ങനെ നമ്മൾ പറയുമ്പോഴും നിലമ്പൂരിൽ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ട്, അല്ലെങ്കിൽ മതത്തിലൂന്നിയുള്ള ഒരു പ്രചാരണമൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ ലീഗിന് എത്രത്തോളം അവരുടെ ഈ ഒരു പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? അത് മുസ്ലിം എന്ന് പറയുന്നത് പോലെയല്ല. അതായത് മുസ്ലിം ലീഗിലുള്ള മുസ്ലിം എന്ന് പറയുന്നത് പോലെയല്ല SDPയിലും PDPയിലും ജമാഅത്തെ ഇസ്ലാമിലും അവരുടെ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ ഒരുപാട് അജഗജാന്തരമാണ്. അപ്പം ജനം ഉറ്റുനോക്കുന്നത് ഈ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ലീഗാണെങ്കിൽ അത് കേരളത്തിലെ ജനതകൾക്ക് ഒരുപാട് അക്സെപ്റ്റബിൾ ആണ്. ബാക്കിയുള്ള കക്ഷികളാണെങ്കിൽ അവർ ഏതറ്റം വരെ പോകും എന്ന് പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നയം തന്നെ ഇസ്ലാമിലൂടെ ഇന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. PDP മദനിയുടെ PDP അതിന് ഏതാണ്ട് അനുകൂലമായ ഒരു സ്റ്റാൻഡ് അനുസരിച്ചാണ് പോയത്. ഇവിടെ എന്ന് പറയുന്നത് ലീഗ് എന്ന് പറയുന്നത് ഒരു മധ്യവർത്തി രാഷ്ട്രീയ കക്ഷിയായിട്ട് വളർന്നു വന്നതാണ്. അവർക്ക് അതിൻ്റെതായ മെച്ചം എല്ലാ ഭരണകാലത്തും ലഭിച്ചിട്ടുമുണ്ട്. അത് കളഞ്ഞുകൊണ്ട് ലീഗ് തങ്ങളുടെ മൊത്തം സമ്പാദ്യവും ഇത്തരം കക്ഷികൾക്ക് വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അങ്ങനെ വിട്ടുകൊടുക്കാനാണ് തീരുമാനമെങ്കിൽ അത് ലീഗിന്റെ അവസാനമായി. എന്തായാലും ലീഗിനെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. മലപ്പുറത്ത് ലീഗിന് അല്ലെങ്കിൽ UDFന് വിജയിക്കാൻ സാധിക്കാതിരുന്നാൽ അത് ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തം. അതിനുള്ള ശ്രമങ്ങളാണ് ലീഗ് നിലമ്പൂരിൽ നടത്തിയതും എന്ന് വേണം കരുതാൻ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 8 മാസത്തേക്കാണെങ്കിൽ പോലും ഒരു MLA ആയി വരും എന്ന പ്രതീക്ഷയിലാണ് UDFും ലീഗും ഒക്കെ. വ്യക്തമാണ്. താങ്ക് യു സർ.